അപ്പോൾ സഹോദരന്മാരെ, ഇതാണ് നമ്മളെ മീൻ പിടിക്കുന്ന പടി. ഇത് ഈർപ്പം ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഇര. ഇങ്ങനെയാണ്. ഇത് ഏകദേശം ഒരു 4 അടി നീളമുണ്ട്. ഇത് ഇനി നീളം കൂട്ടും ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി. അപ്പം നേരത്തെ ഒരു സാമ്പിൾ വെടി വെച്ചതായിരുന്നു. ഇനി ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങാൻ പോവാണ്. ചെറുതായിട്ടൊരു ജലദോഷം ഇതൊക്കെ ഉണ്ട്. അതൊക്കെ മാറാൻ ഏറ്റവും നല്ല സിദ്ധൌഷധം കടലിൽ ഇറങ്ങലാണെന്നാണ് ഇവിടെ നമ്മൾ സഹോദരന്മാരെ. ഞാനും നമ്മളുടെ താഹിറും കൂടി ഞങ്ങൾ ഇന്നൊരു മീൻ പിടുത്തത്തിന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ആദ്യത്തെ മീൻ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി കിട്ടുന്നതിനനുസരിച്ച് എടുക്കണ മീൻ നിങ്ങൾ കേട്ടിട്ടുള്ളൂ, കണ്ടോളി. ഇപ്പോൾ എടുക്കണ മീനിന് ഇനി കിട്ടുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഇട്ടുതരാം കേട്ടോ. ഫസ്റ്റത്തെ മീൻ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, മീൻ പിടിക്കാൻ ഇതാണ് നമ്മുടെ അസിസ്റ്റന്റ് താഹിർ. ഓനാണ് ഇന്നത്തെ ടൈറ്റ് ചെയ്ത് നോക്കി. കോയിൽ പേപ്പർ ചുറ്റിയിട്ടാണ് പരിപാടി കേട്ടോ. ഞാൻ ഓരോന്ന് എടുത്ത് കാണിക്കാം. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇന്നത്തെ മീൻപിടുത്തം നിർത്തി. കടുവ എന്ന മീനാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കടുവ എന്ന് തന്നെയാണ് ഈ മീനിന്. കടുക എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക. ഇവിടെ കടുവ എന്നാണ് പറയുക. ഇത് ഞങ്ങൾ ലൈവായിട്ട് ചുട്ട് തിന്നാൻ പോവാണ്. ഈ മീൻ ഞങ്ങൾ ചുട്ട് തിന്നാണ് ഇപ്പോൾ. അതിനുള്ള പരിപാടിയാണ്. അതിപ്പോൾ തുടങ്ങും. ഏതായാലും നമ്മളെ അങ്ങനെ നമ്മളെ താഹിർ ഓരോന്നായിട്ട് പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് പരിപാടി. ഇതെല്ലാം പൊതിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് മീനിലേക്ക് വെക്കും. ഓക്കെ, അങ്ങനെ സഹോദരന്മാരെ, നമ്മളുടെ സാഹിർ സാഹിബ് മീൻ ചുട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ആദ്യത്തേത് പൊളിച്ചു. ഞങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ. ഇത് നമ്മുടെ നാട്ടിൽ കടുക എന്നും ഇവിടെ കടുവ എന്നും പേര് പറയുന്ന മീനാണ്. ഇത് ഞങ്ങളിന്നിപ്പം പിടിച്ച് ഇങ്ങനെ അതിനെ ചുട്ടിട്ടാണ് എടുത്തത്. കണലിൽ വെച്ചിട്ട് പേപ്പർ വെച്ച് പൊതിഞ്ഞ് കണ്ടോളിട്ടോ. ഇതാണ്, ഇങ്ങനെയാണ് ഈ പൊരിച്ച മീന്. അല്ല, ചുട്ട മീന്, പൊരിച്ചതല്ല. നന്നായിട്ട് കണ്ടു. ഇതാ, ഇനി അതിങ്ങനെ പൊളിച്ചെടുക്കും. കണ്ട, അങ്ങനെ പൊളിഞ്ഞാണ്ട് വരും. ഇങ്ങനെയാണ് പരിപാടി. ഇപ്പൊ സമയത്ര അറിയോ? രാത്രി 12:30. ഓക്കെ, ഇനി ഞങ്ങൾ തിന്നിട്ടെ. ഓക്കെ.